നന്ദി. ഞാനിപ്പം മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറ്റയടിക്ക് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഇവിടെ മൂകാംബിക അമ്മയുടെ അടുത്തുനിന്ന് വന്നെന്ന് എനിക്കൊരു ഉറക്കത്തിലൊരു ഇത് കിട്ടിയോണ്ട് ഞാൻ വന്നതാണ്. അപ്പം ഞാൻ മൂകാംബിക ടെമ്പിളിൻ്റെ ഈ കവാടത്തിൻ്റെ തുടക്കം മുതൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണ്. ഒരു 2-3 മിനിറ്റ് എനിക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. ഈ അമ്പലത്തിലെ കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്. എനിക്കൊന്ന് പെട്ടെന്നൊരു ഞാൻ കടന്നുറങ്ങപ്പം എനിക്ക് ഇവിടെ വന്നെന്ന് എനിക്കൊരു തോന്നൽ വന്നു. ആ ഒരു ഉറക്കത്തിൽ നിന്ന് കിട്ടിയൊരു തോന്നലിന് ഞാൻ ഒറ്റയടിക്ക് ഞാനും എൻ്റെ സുഹൃത്തുക്കൾ 2 പേര് സനോവറും കണ്ണനും കൂടെ കൂടി ഞങ്ങൾ 3 പേരും കൂടെ കൂടി ഞങ്ങൾ വന്നതാണ്. അപ്പം നിങ്ങൾ ഈ കാഴ്ച നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ എൻ്റെ ഒരു ചാനലിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കാഴ്ചയായിട്ട് പോകാം. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് കൊടിമരം. ഈ കൊടിമരത്തിൽ 10 ദേവതകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ 10 ദേവതകളിൽ ഒരു ദേവത നമ്മളെ കടാക്ഷിക്കും എന്നാണ് ഇവിടെ ഒരു വിശ്വാസം നമുക്ക് പറയുന്നത്. അപ്പം ഇതാണ് ഈ കൊടിമരം. ഈ കൊടിമരം തൊട്ടാണ് നമ്മൾ ഇവിടുത്തെ യാത്ര തുടങ്ങുന്നത്. കൊടിമരം കാണാണ്ടോ അല്ലെങ്കിൽ കൊടിമരത്തിൽ വണങ്ങാണ്ടോ ആരും ഇവിടുന്ന് പോകരുത് എന്നാണ് അതിൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് നിങ്ങൾ ഈ കൊടിമരം ഒന്ന് കാണിച്ചു തരുവാണ്. ഇതാണ് നമ്മുടെ മൂകാംബിക അമ്മയെ എഴുന്നള്ളിപ്പിക്കുന്ന ഒരു തേരാണ്. ഇതാണ് ഈ തേരിനകത്താണ് അമ്മയെ വർഷത്തിൽ ഒരു തവണ, അതല്ലേ ആ കണക്ക് എനിക്കറിയാൻ പാടില്ല. ഈ തേരിനകത്താണ് അമ്മയെ നമ്മൾ എഴുന്നള്ളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുന്ന ഒരു തേരാണ്. അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തേ. ഇതിവിടെയാണ് നമ്മൾ പിള്ളേരെല്ലാം എഴുത്തിനിരുത്തുന്ന ഒരു ഇതാണ്. ഇവിടുന്നാണ് എഴുത്തിനിരുത്തുന്നത്. നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശസ്തമായ ചണ്ഡികാ ഹോമം. അതായത് ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് വലിയ VIP-കളും വലിയ സിനിമാടന്മാരും വലിയ മന്ത്രിമാരും എല്ലാം കൂടെ ഒരു ദിവസത്തിൽ ഒരു ഹോമം മാത്രമാണ് ഇവിടെ ഉള്ളൂ, ചണ്ഡികാ ഹോമം. അതാണ് ഇവിടെ മൂകാംബിക ക്ഷേത്രത്തിലെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പൂജയാണ് ഇത്, ചണ്ഡികാ ഹോമം. അതുകൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരുവാണ്. ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്നേഹിതൻ അക്കു പ്രേംജി, നമ്മുടെ മണക്കാടുകാരെയൊക്കെ നമ്മളിവിടെ വന്നാൽ പിന്നെ കണ്ട സന്തോഷമുണ്ട്. അപ്പോൾ ഇവരെയും കൂടെ ഒന്ന് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താമെന്ന് ഓർത്തുകൊണ്ടാണ്. നമസ്കാരം. നമ്മൾ സ്വാമിയെ കണ്ടോണ്ട് ഇവിടെ ഇത് എത്ര വർഷമായിട്ട് സ്വാമി ഇവിടെ ഉണ്ട്? 3 മാസമായി ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് സ്വാമിയുടെ സ്ഥിരമായിട്ട്. അപ്പോൾ ഇന്ന് സ്വാമിയെ കണ്ടുകൊണ്ട് നമ്മുടെ ഒരു വീഡിയോയിൽ സ്വാമിയെ കൂടെ ഒന്ന് ഉൾപ്പെടുത്താമെന്ന് ഓർത്തുകൊണ്ടാണ്. പേരെന്താണ്? മണിസ്വാമിയെ കണ്ടു ഇങ്ങനെ കറങ്ങ് സ്വാമി പഴനി അത് എല്ലാ സ്ഥലത്തും. ഇപ്പം ഇവിടെ 3 മാസമായി. ഇവിടുന്ന് ഇനി മടക്കം എത്ര? അടുത്ത ആഴ്ച കാശ് പോകാനുള്ള ചെലവിന് പൈസയ്ക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ സ്വാമിയെ കൂടെ ഇത് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുവാണ്. ഇവിടുന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. നിങ്ങൾ സ്വാമിയെ കണ്ടപ്പോൾ നിങ്ങളെ ഇതും കൂടി ഒന്ന് സ്വാമിയെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഇവിടുന്ന് മടക്കുകയാണ്. എല്ലാവരോടും നമസ്കാരം.